കുപ്രസിദ്ധ മോഷ്ടാവ് ബെണ്ടി ചോർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ബെണ്ടി ചോറിനെ കസ്റ്റഡിയിലെടുത്ത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടെ ഡൽഹിയിൽ നിന്നും ട്രെയിനിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ബെണ്ടി ചോറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുൻപും കേരളത്തിൽ മോഷണം നടത്തി ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളായതിനാൽ കരുതൽ തടങ്കൽ എന്ന നിലയിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾക്കായി വന്നതാണെന്നാണ് ബെണ്ടി ചോർ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഡൽഹിയിൽ നിന്നും ട്രെയിനിൽ തൃശൂരിൽ ഇറങ്ങി അവിടെ നിന്നും പാസഞ്ചർ ട്രെയിനിലാണ് ബെണ്ടി ചോർ സൗത്തിലെത്തിയത്. തുടർന്ന് 9 മണിയോടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോഴാണ് പോലീസ് ചോദ്യം ചെയ്തത്. കേരളത്തിലുണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ട് ചില വസ്തുവകകൾ തനിക്ക് വിട്ടുകിട്ടാനുണ്ടെന്നും അതിന്റെ ആവശ്യങ്ങൾക്കായി ഹൈക്കോടതിയിൽ വന്നതാണെന്നുമാണ് ഇയാളുടെ മൊഴി. അഭിഭാഷകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും ഇയാൾ പറയുന്നുണ്ട്. കേരളത്തിൽ നിലവിൽ ബെണ്ടി ചോറിനെതിരെ കേസുകളില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സാഹചര്യത്തിൽ ഇയാൾ പറയുന്ന കേസ് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇയാൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ വിട്ടയക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇയാളുടെ കൈവശം വസ്ത്രങ്ങളും ചില രേഖകളും അടങ്ങിയ ഒരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2013 തിരുവനന്തപുരം മരപ്പാലത്തെ ഒരു വീട്ടിൽ മോഷണം നടത്തിയതോടുകൂടിയാണ് ബെണ്ടി ചോർ കേരളത്തിലും കുപ്രസിദ്ധനാകുന്നത്. പ്രവാസിയുടെ വീട്ടിൽ നിന്നും 30 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഡംബര കാറും സ്വർണവും ലാപ്ടോപ്പും അടക്കം കവർന്ന ബെണ്ടി ചോർ പിന്നീട് പൂനെയിൽ നിന്നാണ് പിടിയിലാകുന്നത്. ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട ബെണ്ടി ചോർ കോവിഡ് കാലത്തുൾപ്പെടെ പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. 2023 ജയിൽ മോചിതനായപ്പോൾ താൻ മോഷണം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീടും പോലീസ് പിടിയിലായിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി 700-ലേറെ കേസുകളിൽ പ്രതിയാണ് ബെണ്ടി ചോർ.